നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 23 തിങ്കളാഴ്ചയാണ്. മീനം 9. നമ്മൾ ആദ്യം പോകുന്നത് വോട്ടുത്സവത്തിലേക്കാണ്. പത്രിക നൽകാൻ മണിക്കൂറുകൾ മാത്രം. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം കേരള ഇലക്ഷൻ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇന്നുകൂടി നാമനിർദ്ദേശ പത്രിക നൽകാം. രാവിലെ 11 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെ ബന്ധപ്പെട്ട വരണാധികാരികൾക്ക് മുൻപിൽ പത്രിക സമർപ്പിക്കാം. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളിയും കോഴിക്കോട് നിന്ന് അനീഷ് ദേവസ്യയും കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയും ചേരും. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തെ മേഘ്ന മുരളിയിലേക്കാണ്. മേഘ്ന, വെരി ഗുഡ് മോർണിംഗ്. ഈ പത്രികാ സമർപ്പണത്തിന് കൊടുത്തിരിക്കുന്ന സമയപരിധി അത് വലിയ പ്രശ്നമാണ്. മറ്റൊരു ഇടത്തെ താമസിച്ച് വന്ന പട്ടികയിലെ സ്ഥാനാർത്ഥികളുണ്ട്. അവരൊക്കെ ഓട്ടപ്പാച്ചിലാണ് വോട്ടുറപ്പിക്കാൻ. ഇതിനിടയിൽ ഈ പത്രികാ സമർപ്പണം ഇന്ന് ആരംഭിക്കുമോ? എന്തായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇലക്ഷൻ അടുത്തു വരുന്നു, സമയം പെട്ടെന്ന് കഴിയുന്നു. അതിൽ ഇന്നാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട അവസാന തീയതി. ഇന്ന് രാവിലെ 11 മണി മുതൽ 3 മണി വരെയും കൂടി സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക അവരവരുടെ ഭരണാധികാരികൾക്ക് കൊടുക്കാമെന്നുള്ളതാണ്. അതിനുശേഷം നാളെ ആയിരിക്കും പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഉണ്ടാകുക. പിന്നീട് വ്യാഴാഴ്ച വരെ സ്ഥാനാർത്ഥികൾക്ക് കൊടുത്ത പത്രിക പിൻവലിക്കാനുള്ള ഒരു സമയം കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് തൊട്ടടുത്താകുന്നു എന്നതാണ്. കൂടാതെ മത്സര ചിത്രം പൂർണ്ണമായും തെളിയും എന്ന കാര്യം കൂടിയുണ്ട്. ഇതിന് ശേഷമായിരിക്കും, ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് അടക്കം ശേഷമായിരിക്കും ആരൊക്കെ മത്സരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു പൂർണ്ണ ചിത്രം തെളിയുക എന്നുള്ളതാണ്. കൂടാതെ പ്രചരണ ചൂടും അതിതകൃതിയായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിൽ ഇന്ന് സ്ഥാനാർത്ഥികളുടെ ഒരു തിരക്കെന്ന് പറയുന്നത് നാമനിർദ്ദേശ പത്രിക കൊടുക്കാനായിരിക്കും. കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ നാമനിർദ്ദേശ പത്രിക കൊടുത്തിരുന്നു. ഇന്ന് പ്രധാനമായും തിരുവനന്തപുരം സെൻട്രലിലെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള കരമന ജയൻ, അതുപോലെ തന്നെ അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ നേമമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KS ശബരിനാഥൻ അടക്കമുള്ളവരാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത്. അതുപോലെ തന്നെ മന്ത്രി GR അനിലും, നെടുമങ്ങാടിലെ CPI സ്ഥാനാർത്ഥിയായിട്ടുള്ള മന്ത്രി GR അനിലും ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നുണ്ട്. ഇന്ന് 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള അവസാന സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ഈ മാസം 15 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവർക്ക് മാത്രമേ ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനും വോട്ട് ചെയ്യാനും കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വോട്ടർമാർക്കായി അറിയിക്കുന്നുണ്ട്. മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ആൻമരിയ സണ്ണി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആൻമരിയ, ഗുഡ് മോർണിംഗ്. പ്രതിപക്ഷ നേതാവ് പത്രിക നൽകുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഒപ്പം മറ്റ് ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് മധ്യ കേരളത്തിൽ പത്രിക നൽകുന്നുണ്ട്? എന്തൊക്കെയാണ് വിവരങ്ങൾ, ആൻമരിയ? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം ഏറെക്കുറെ മുഴുവൻ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ, പിറവം മണ്ഡലങ്ങളിൽ, വൈപ്പിൻ മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളും ഇന്നാണ് നാമനിർദ്ദേശ പത്രിക നൽകുന്നത്. കഴിഞ്ഞ ദിവസം അവസാനത്തോടുകൂടി അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച UDF സ്ഥാനാർത്ഥികളിൽ ഒട്ടുമിക്ക ആളുകളും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക ഇന്നാണ് നൽകുന്നത് എന്നുള്ളതാണ്. രാവിലെ 11:30 അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകുന്നത്. പറവൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയാണ് VD സതീശൻ. ഏകദേശം ഒരു 11:30 പറവൂർ അഡീഷണൽ തഹസിൽദാറിന്റെ മുൻപാകെയാണ് ഈ നാമനിർദ്ദേശ പത്രിക നൽകുന്നത്. VD സതീശനും അതോടൊപ്പം തന്നെ അവിടെയുള്ള UDFന്റെ മറ്റ് ആളുകളും ഒക്കെ ആയിട്ട് കാൽനടയായിട്ടാണ് അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തുന്നത്. അതോടൊപ്പം തന്നെ വൈപ്പിൻ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള MB ഷൈനി, പിറവം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സാബു ജേക്കബ്, മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള N അരുൺ, ഇവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയോടുകൂടി തന്നെ പെരുമ്പാവൂർ, കൊച്ചി മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും മുഴുവനായിട്ട് എറണാകുളത്ത് നോക്കുകയാണ് എങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അത് പെരുമ്പാവൂർ മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ കൊച്ചി മണ്ഡലത്തിലുമായിരുന്നു. അതിൽ കൊച്ചി മണ്ഡലത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഇതിനോടകം തന്നെ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. പെരുമ്പാവൂർ മണ്ഡലത്തിലെ മനോജ് ഇന്നാണ് നാമനിർദ്ദേശ പത്രിക, UDF സ്ഥാനാർത്ഥിയാണ് മനോജ്, ഇന്നാണ് നാമനിർദ്ദേശ പത്രിക നൽകുന്നത്.
നടക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അവസാന തീയതി അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. എൽദോസ് കുന്നപ്പള്ളിയും ഈ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് സമയത്ത് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇന്നലെയോടുകൂടി തന്നെ മുഴുവൻ പിണക്കങ്ങളും പെരുമ്പാവൂർ മണ്ഡലത്തിലെ മുഴുവൻ പിണക്കങ്ങളും അവസാനിപ്പിച്ച് ഒത്തൊരുമയോടുകൂടി പ്രചാരണത്തിനായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മധ്യകേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക അവസാന ഘട്ടത്തിലായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധ വരുന്നത് പറവൂർ മണ്ഡലത്തിലേക്ക് തന്നെയായിരിക്കും. പറവൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ നാമനിർദ്ദേശ പത്രിക നൽകുന്നു എന്നുള്ളത് തന്നെയാണ് മധ്യകേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ ശ്രദ്ധ ചെല്ലുക. ഉന്മേഷ്, കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത് ആൻമരിയ സണ്ണിയാണ്. നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. അവിടെ അനീഷ് ദേവസിയുണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിലെ ഒരു സ്ഥിതി എങ്ങനെയാണ്? എത്ര പേർ കഴിഞ്ഞ ദിവസം തന്നെ കുറേ പേരൊക്കെ എന്തായാലും ശനിയാഴ്ച തന്നെ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. ഇനി ഏതൊക്കെ പ്രമുഖ സ്ഥാനാർത്ഥികളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ളത്? ഉന്മേഷ്, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിൽ ഏതായാലും ഇത്തവണ പ്രവചനാതീതമായ ഒരു മത്സരമാണ് നടക്കുന്നത്. എല്ലാ മുന്നണികളും പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൺവെൻഷനുകളും സജീവമായിരിക്കുകയാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമാണ്. ഇന്ന് പ്രധാന വ്യക്തികൾ മലബാർ മേഖലയിൽ ഇന്ന് പത്രിക സമർപ്പിക്കുന്നത് എലത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ, അതുപോലെ ബേപ്പൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ, അതുപോലെ പേരാമ്പ്ര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ, അതുപോലെ തന്നെ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു തുടങ്ങിയവർ ഇന്ന് പത്രിക സമർപ്പിക്കും. കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിൽ 39 പേരാണ് ശനിയാഴ്ച പത്രിക സമർപ്പിച്ചിരുന്നത്. അതായത് കോഴിക്കോട് നോർത്തിൽ 4 പേര്, കോഴിക്കോട് സൗത്ത് 1, ബേപ്പൂർ 2, എലത്തൂർ 3, കുന്നമംഗലം 3, കൊടുവള്ളി 3, തിരുവമ്പാടി 4, ബാലുശ്ശേരി 4, കൊയിലാണ്ടി 3, വടകര 3, കുറ്റ്യാടി 2, പേരാമ്പ്ര 2, നാദാപുരം 4 എന്നിങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നത്. ബാക്കിയുള്ള സ്ഥാനാർത്ഥികളോട് ഇന്ന് പത്രിക സമർപ്പിക്കുന്നതോടെ മത്സരം ശക്തമാകും. ഇത്തവണ വടക്കൻ മേഖലകൾ ഏതായാലും ഇലക്ഷൻ വലിയ രീതിയിൽ ശക്തമാകുന്നത് തന്നെ ഉറപ്പാണ്. കാരണം വടക്കൻ മേഖലയിലാണ് എല്ലാവരും ഇപ്പോൾ ഇത്തവണ പ്രതീക്ഷ വയ്ക്കുന്നത്. കാരണം LDFന്റെ ഒരു ഉറച്ച കോട്ടയാണ്. ഈ കോട്ട നിലനിർത്തിയാൽ മാത്രമേ LDFന് ഒരു തുടർ ഭരണത്തിലേക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയൂ. അതേസമയം ഈ വടക്കൻ മേഖലകളിൽ കൂടുതൽ മേഖലയിൽ സീറ്റ് പിടിച്ചാൽ മാത്രമാണ് UDFന് അധികാരത്തിൽ എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ മേഖലയിൽ മത്സരം ശക്തമാണ്. അതുപോലെ തന്നെ UDFന്റെ ഒരു പ്രചരണ പരിപാടികൾക്കായി 25-ാം തീയതി രാഹുൽ ഗാന്ധി കോഴിക്കോട് എത്തുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി ചേരുകയായിരുന്നു അനീഷ് ദേവസ്യ. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ 24നോട്. സംസ്ഥാനത്ത് 3900 പ്രശ്നബാധിത ബൂത്തുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ അതീവ സുരക്ഷ ഒരുക്കും. ഇത്തവണ പോസ്റ്റൽ വോട്ടുകൾക്കായി കൂടുതൽ ദിവസം അനുവദിച്ചിട്ടുണ്ടെന്നും രത്തൻ യു ഖേൽക്കർ 24നോട് പറഞ്ഞു. സർ, ആദ്യം ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഒരു പരാതി ഉണ്ടായിരുന്നത് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എന്നാണ്. എങ്ങനെയാണ് ഒരുക്കങ്ങൾ, ഏതുവരെ എത്തി? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു തീരുമാനം വന്ന ശേഷം നമ്മളെല്ലാവരും കൃത്യമായിട്ട് ഷെഡ്യൂൾ പാലിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രിപ്പയർഡ്നെസ് നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അവധിയിലെ ദിവസമെല്ലാം ഉറവാക്കിക്കൊണ്ടായിരിക്കണം ഇലക്ഷനുടെ പ്രഖ്യാപനം എന്നായിരുന്നു. അതനുസരിച്ചിട്ടാണ് ഇലക്ഷൻ കമ്മീഷനുടെ ഒരു ഷെഡ്യൂൾ വന്നിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായി പ്രശ്നബാധിത ബൂത്തുകളൊക്കെ ഉണ്ടാവും. നമ്മുടെ സംസ്ഥാനത്ത് എത്ര പ്രശ്നബാധിത ബൂത്തുകളുണ്ട്, അവിടെ എന്തൊക്കെ സജ്ജീകരണമാണെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിർദ്ദേശം അനുസരിച്ചൊരു ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻസ് എന്നുള്ള ഒരു കണക്കുണ്ട്. അതുപോലെ തന്നെ വൾനറബിൾ ഏരിയാസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്സ് ഉണ്ട്. അതനുസരിച്ച് ഏകദേശം ഒരു 3900ഓളം പോളിംഗ് സ്റ്റേഷൻസ് ക്രിട്ടിക്കലായി വന്നിട്ടുണ്ട്. ആ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻസിലെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ച് സെൻട്രൽ ഫോഴ്സസ് കൊടുക്കണം. പിന്നെ 100% അവിടെ മൈക്രോ ഒബ്സർവേഴ്സ് വേണമെങ്കിൽ അത് കൊടുക്കണം. പിന്നെ അവിടുത്തെ പെട്രോളിങ് കാര്യങ്ങളൊക്കെ വളരെ ശക്തമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ ഉണ്ട്. ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ളൊരു തെരഞ്ഞെടുപ്പ് ആയിരിക്കുമോ ഇത്തവണയും? നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശുചിത്വ മിഷനുടെ നേതൃത്വത്തിൽ നമ്മളെല്ലാ ഗ്രീൻ പ്രോട്ടോക്കോളിൽ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും പോലീസിനും പിന്നെ ജില്ലാ കളക്ടർമാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനം എന്ന് പറയുന്നത് ഈ പോലീസുകാരടക്കം ഒരു ചെറിയ പരാതി പറഞ്ഞത്, ഇപ്പോൾ കാസർഗോഡ് ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്തുള്ളവർക്ക് ഈ തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും പോസ്റ്റിലോട്ട്, അപ്പോൾ ഒരു ദിവസം കൊണ്ട് വന്നു പോകാൻ കഴിയില്ല, ലീവ് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു പരിഹാരം കാണാൻ വേണ്ടി കഴിയുമോ? നമ്മുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു 2-3 ദിവസം ഒരു ഗ്യാപ്പിൽ മാത്രം അവർ വേണമെന്ന ഒരു നിർബന്ധം ഉണ്ടായിരുന്നു.
കാരണം അപ്പോൾ ആ സമയത്ത് തന്നെ VIP ഡ്യൂട്ടി അത് വന്നാൽ പിന്നെ അവർക്ക് വരാൻ പറ്റില്ല. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ദിവസം നമ്മൾ സജ്ജീകരിക്കും. നേരത്തെ 2-3 ദിവസമായിരുന്നു, പക്ഷേ നമ്മൾ 6-7 ദിവസം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടി അവസാനമായി, അതായത് നമ്മൾ ഈ പോളിംഗ് ഡേയിൽ ആദ്യമേ നമ്മൾ തന്നെ എഴുതി കാണിക്കുന്നൊരു വാർത്ത, അവിടെ മെഷീൻ തകരാറായി, ഇവിടെ മെഷീൻ തകരാറായി, അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു നടപടി ഉണ്ടോ? നമ്മുടെ ആക്ച്വലി മെഷീൻ തകരാറാവുന്നത് ഒരു ട്രെയിനിങ്ങിടെ ഒരു ഗ്യാപ്പ് ഉള്ളതിനാലാണ്. ഈ പ്രാവശ്യം കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ പ്രിസൈഡിങ് ഓഫീസർ, പോളിംഗ് ഓഫീസർ ഓരോരോ മെഷീനെ ഹാൻഡിൽ ചെയ്യണം, കൃത്യമായിട്ട് അവർ തന്നെ ഓപ്പൺ ചെയ്യണം, ഫിക്സ് ചെയ്യണം, അതിന് ബാലറ്റ്സ് അടക്കം അവർ തന്നെ ഡെമോ ചെയ്യണം എന്നുള്ളതാണ്. എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്ന തിരക്കിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. കടുത്ത നിലപാടെടുക്കുമെന്ന് അറിയിച്ചിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും ശ്രമിച്ചില്ലെന്ന് ലീഗിലേക്ക് മടങ്ങിയെത്തിയ കാരാട്ട് റസാഖ് 24നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കൊടുവള്ളിയിലെ വികസന പ്രവർത്തനങ്ങളുടെ തടസ്സങ്ങൾ ഒഴിവായി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുമുന്നണിയിൽ ഒരു തീരുമാനവും ആകാത്തതിനെ തുടർന്നാണ് ലീഗിലേക്ക് മടങ്ങിയത് എന്നാണ് കാരാട്ട് റസാഖ് വിശദീകരിക്കുന്നത്. കാരാട്ട് റസാഖാണിപ്പോൾ 24നോടൊപ്പം ചേരുന്നത്. നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് വന്നൊരു അനുഭവമാണെന്ന് പറയുന്നു. അപ്പോൾ അത്രമാത്രം വലിയ അനുഭവങ്ങളായിരുന്നോ ഇടതുപക്ഷത്തിൽ നിന്ന് നേരിട്ടത്? ഞാൻ 5 വർഷക്കാലം MLA ആയ സമയത്ത് അവരുടെ കൂടെ സ്വർഗത്തിൽ തന്നെ ആയിരുന്നു. പിന്നീട് എന്നെ തോൽപ്പിച്ചത് CPM-ഉം ഇടതുപക്ഷത്തിൻ്റെ PTR അടക്കമുള്ള ചില ആളുകളാണ്. അതേ സംബന്ധിച്ച് ഞാൻ സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും പേരുകൾ പരാമർശിച്ചുകൊണ്ട് പരാതി കൊടുത്തെങ്കിലും ഒരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല. പിന്നീട് വികസനങ്ങൾ ഈ ആളുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു. കൊടുവള്ളിയിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി കിഫ്ബി പദ്ധതിയിൽ നിന്നും 55 കോടി രൂപ കൊടുവള്ളിക്ക് കൊണ്ടുവന്നിട്ട് ആ പദ്ധതി അട്ടിമറിക്കുകയുണ്ടായി. അത് സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും കുടുംബക്കാരുടെയും സ്ഥലം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ ആളുകളൊക്കെ അതിൽ തടസ്സമായി നിന്നിട്ടുള്ളത്. അതിന് ഇവർക്ക് ഈ കൊടുവള്ളിക്കാർക്ക് സഹായകരമായുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് മന്ത്രി റിയാസാണ്. അദ്ദേഹം 1ാം പിണറായി സർക്കാരിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് അട്ടിമറിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഞാൻ പരാതി നൽകുകയും അത് പരിഹരിക്കാമെന്ന് എനിക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് വക്കിലെത്തിയിട്ട് പോലും ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരാനായിട്ട് പോലും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞു ഈ പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു. ആ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ വികസനം അട്ടിമറിക്കാൻ ശ്രമിച്ചത് പ്രധാനമായും ആരൊക്കെ ചേർന്നിട്ടാണ്? അല്ല, PTR റഹീമും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും, അതേപോലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും. ഇത് മാത്രമാണോ ഇതിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും വിട്ടുപോരാനുള്ള കാരണം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ 2 കാര്യങ്ങളും പ്രധാനമായിട്ടും എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തിയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കാര്യമായിട്ട് ഈ മാറ്റത്തിന് കാരണം. എന്തായാലും ലീഗിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കാരാട്ട് റസാഖ്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ഇനി തളിപ്പറമ്പ് മണ്ഡലത്തിലേക്കാണ്. അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നതുവരെ താൻ പത്രിക പിൻവലിക്കില്ല എന്നാണ് കോൺഗ്രസ് വിമതനായ കൊയ്യം ജനാർദ്ദനൻ പറയുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും നിലപാട് മാറ്റില്ലെന്നും അദ്ദേഹം 24നോട് പറയുന്നു. തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ അദ്ദേഹം പ്രചരണവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞു. നമ്മളിപ്പോൾ അദ്ദേഹത്തിനോടൊപ്പമാണ് ഉള്ളത്. ഇപ്പോൾ UDF പിന്തുണയ്ക്കുന്നൊരു സ്ഥാനാർത്ഥിയുണ്ട്. പിന്നെ എന്തിനാണ് താങ്കൾ മത്സരിക്കുന്നത്? UDF പിന്തുണ കൊടുത്ത് മത്സരിക്കുന്ന കക്ഷി CPM പാർട്ടിയിൽ നിന്നും വന്നിട്ട് 2 ദിവസമായിട്ട്. ഈ 2 ദിവസം കൊണ്ട് എടുത്ത തീരുമാനം, ആ തീരുമാനമാണെങ്കിൽ ഇവിടെ കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഇവിടെ UDFൻ്റെ നേതാക്കന്മാരുണ്ട്. അവർക്കൊന്നും കൊടുക്കാതെ CPM വന്ന് 2 ദിവസം തികയുന്നതിന് മുൻപേ UDF അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു കക്ഷിക്ക് UDF പിന്തുണ കൊടുക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അദ്ദേഹം വന്നു, അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായി, അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു. CPM വിട്ട ഒരു കക്ഷി സ്വതന്ത്രനായി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ പാർട്ടി ചിഹ്നം കൊടുക്കാൻ പാർട്ടി തയ്യാറാണ്. അദ്ദേഹം കൈ ചിഹ്നത്തിൽ മത്സരിക്കട്ടെ. കൈ ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ പാർട്ടി നേതാക്കന്മാരോട് പറഞ്ഞത്, അദ്ദേഹം കൈ ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ പിൻവലിക്കാൻ തയ്യാറാണ്. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ പാർട്ടി അച്ചടക്ക നടപടി ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടുണ്ടാവും. ആ വിശ്വാസം എനിക്കുണ്ട്. എനിക്കറിയാലോ, 53 കൊല്ലമായി ഞാൻ പണിയെടുക്കുന്ന എനിക്ക് ഒരു സംഘടന
ഒരു സെറ്റപ്പിന് വിപരീതമായി ഒരു നിലപാടെടുക്കുമ്പോൾ എന്താണ് പാർട്ടി എടുക്കാൻ പോകുന്നത് ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിലൊന്നും ഒരു കുഴപ്പമില്ല. ജനം വിലയിരുത്തും ഞാൻ എടുത്ത നിലപാടാണ് ശരി. ഏതെങ്കിലും ഒരു കാലത്ത് ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുത്ത് പോകുമ്പോൾ ഒന്ന് ചിന്തിക്കണം പാർട്ടി. അപ്പോൾ ഒന്നുകിൽ ടി കെ ഗോവിന്ദൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം എന്നുള്ളതാണ് കൊയ്യം ജനാർദ്ദനൻ്റെ ആവശ്യം. അതുവരെ അദ്ദേഹം പത്രിക പിൻവലിക്കില്ല. നടപടിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. തളിപ്പറമ്പിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണന്റെ പരാമർശത്തോട് അനുകൂലിച്ച് രാജ്യസഭാ MP സി സദാനന്ദൻ. ഹിന്ദു MLA പരാമർശം മതം പറഞ്ഞ് വോട്ട് ചോദിക്കലല്ലെന്നും യാഥാർത്ഥ്യമാണ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതെന്നും സി സദാനന്ദൻ 24നോട് പറഞ്ഞു. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്നാണ് സി സദാനന്ദൻ വിശദീകരിക്കുന്നത്. തിരഞ്ഞെടുപ്പാണ് വിഷയം. ഇത്തവണത്തെ കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പ് BJP വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. നമുക്കിപ്പം രാജ്യസഭാ MP ആയിട്ടുള്ള സി സദാനന്ദൻ മാസ്റ്റർ ചേരുന്നുണ്ട്. മാസ്റ്റർ, എന്താണ് ഈ ലക്ഷ്യം, ഈ തിരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യം വയ്ക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ BJP കാണുന്നത് കേരളത്തിൽ നിലവിലുള്ള പരമ്പരാഗത മുന്നണി സംവിധാനം പൊളിച്ചെഴുതപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ഫലം വരും എന്നുള്ളതാണ്. ഭാരതീയ ജനതാ പാർട്ടി നിർണായക ശക്തിയായി കേരള നിയമസഭയിലുണ്ടാകും. അപ്പോൾ തന്നെ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അങ്ങുൾപ്പെടെ കണ്ടിട്ടുണ്ടാകും ബി ഗോപാലകൃഷ്ണൻ്റെ ഒരു പരാമർശം, അദ്ദേഹത്തിൻ്റെ വീഡിയോ. ഗുരുവായൂരിൽ അദ്ദേഹം എത്തി വോട്ട് ചോദിക്കുന്നത് ഒരു ഹിന്ദു MLA, അതായത് മതം പറഞ്ഞുകൊണ്ടാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം മതത്തിലൂടെയും ജാതിയിലൂടെയും പറയാനാണ് ശ്രമിക്കുന്നത്. അത്തരത്തിലൊരു പ്രചാരണം അത് ശരിയായിട്ടുള്ളതാണോ? അല്ല, മതം പറയുകയല്ല, അല്ലെങ്കിൽ പലരും ആരോപിക്കുന്നത് പോലെ വർഗീയ പരാമർശവുമല്ല. അത് ഒരു ഫാക്റ്റാണ്. ഗുരുവായൂരിൽ 50 വർഷമായിട്ട് ഹിന്ദു MLA-മാരുണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. ഗുരുവായൂർ എന്ന സ്ഥലത്തിനൊരു പ്രാധാന്യമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലമുള്ള ഇടത്ത് എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു നാമധാരിയെങ്കിലുമായിട്ടുള്ള ഒരാൾ MLA, രണ്ട് മുന്നണികളും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാളെ പരിഗണിക്കാതിരുന്നത്? ഏറ്റവും പ്രസക്തമായ ചോദ്യമാണത്. അതൊരു മതവർഗീയതയുടെയോ അല്ല മറ്റെന്തെങ്കിലുമോ ബഹിസ്ഫുരണമല്ല. അതൊരു യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സമയത്ത് ആ പ്രചാരണ വേളയിലെ പ്രതീക്ഷകളും പാർട്ടിയുടെ പ്രതീക്ഷകളും തന്നെയാണ് സി സദാനന്ദൻ മാസ്റ്റർ ഇപ്പോൾ 24നോട് പങ്കുവച്ചത്. ഡൽഹിയിൽ നിന്നും VS രാഹുലിനൊപ്പം അർജുൻ പിലാംബരൻ, 24. തെരഞ്ഞെടുപ്പ് കളത്തിൽ നിന്ന് ഇപ്പോൾ വരുന്നൊരു വാർത്തയുണ്ട്. ലത്തീൻ സഭയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിന്റെ നീക്കങ്ങൾ. കൊച്ചി ബിഷപ്പ് ആന്റണി കാട്ടിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ആൻഡ് ഗുഡ് മോർണിംഗ് അഗൈൻ. ഈ ലത്തീൻ സഭയ്ക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന പരാതികളൊക്കെ ഉണ്ട്, അതിൽ ഒരു അതൃപ്തിയുണ്ട്. അപ്പോൾ അത് പരിഹരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച എത്രത്തോളം നിർണായകമാണ്? ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടിക്കാഴ്ച വളരെ നിർണായകം തന്നെയാണ്. കാരണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഒരു അതൃപ്തിയുമായിട്ട് ലത്തീൻ സഭ പരസ്യമായിട്ട് തന്നെ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ലത്തീൻ സമുദായക്കാരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും അവർക്കൊരു പ്രാധാന്യം, അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിലുള്ള ഒരു പ്രാധാന്യം അവർക്ക് നൽകാറുള്ളതാണ്, നൽകി വന്നിട്ടുള്ളതുമാണ്. അത് നമ്മൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മളത് കണ്ടതാണ്. പക്ഷേ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അതിൽ ലത്തീൻ സഭയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥിയും ലത്തീൻ സഭ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ കൊച്ചി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഹമ്മദ് ഷിയാസിനെയാണ്. അവിടെ ലത്തീൻ സഭ പറയുന്നുണ്ടായിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ ഈ രീതിയിൽ അത് ഏതൊക്കെ രീതിയിൽ പ്രതിഫലിക്കുമെന്ന് ഇതിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്ന രീതിയിൽ അത് അതൃപ്തി അവർ പരസ്യമാക്കിക്കൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അവരെ അനുനയിപ്പിക്കുക എന്നൊരു നീക്കവുമായിട്ട് ഇപ്പോൾ എന്തായാലും UDF രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒരു 8 മണിയോടുകൂടിയാണ് കൊച്ചി ബിഷപ്പ് ഹൗസിൽ എത്തിയിട്ട് ബിഷപ്പുമായിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും അതോടൊപ്പം തന്നെ MP ഹൈബീഡനും ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തുന്നത്. ഏകദേശം അരമണിക്കൂറോളം കൂടിക്കാഴ്ച മുന്നോട്ട് പോയിരുന്നു. അതിനുശേഷം ആണ് ഇവർ പിന്നീട് ഒരു അനുനയ നീക്കത്തിലേക്ക് തന്നെ പൂർണ്ണമായിട്ട് കടക്കുക എന്ന രീതിയിലേക്കാണ് വരുന്നത്. കാരണം കൊച്ചിയെ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം അത് ലത്തീൻ സമുദായത്തിലെ വോട്ട് എന്നത് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതലായിട്ട് തീരദേശ മേഖലയിലുള്ള
ഉള്ളതും ലത്തീൻ സമുദായക്കാരാണ്. അരൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും UDF-ന്റെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ലത്തീൻ സമുദായത്തിലുള്ളവരല്ല. ഇവിടെ LDF നിർത്തിയിരിക്കുന്ന, അതായത് കൊച്ചി മണ്ഡലത്തിൽ LDF നിർത്തിയിരിക്കുന്ന KC മാക്സി അത് ലത്തീൻ സമുദായ അംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ UDF-ന് അത് നല്ല രീതിയിൽ പ്രതിഫലം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനെ തുടർന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി ഒരു അനുനയ നീക്കവുമായി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തെ എത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. സൗദിക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം. കിഴക്കൻ പ്രവിശ്യയ്ക്ക് നേരെ വന്ന 13 ഡ്രോണുകൾ തകർത്തു എന്നാണിപ്പോൾ സൗദി പ്രതിരോധ സേന അറിയിക്കുന്നത്. വടക്കൻ അതിർത്തിയിലും ഡ്രോൺ ആക്രമണ ശ്രമമുണ്ടായി. UAE-യിലും ഇറാന്റെ ആക്രമണ ശ്രമം. അബുദാബിയിലെ ഷവാമക്കിൽ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യക്കാരന് പരിക്കേറ്റു. അമേരിക്കയുമായുള്ള സുരക്ഷാ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് UAE അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലവും ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസുമാണ് ചേരുന്നത്. ആദ്യം ജലീൽ കണ്ണമംഗലത്തിലേക്കാണ്. ജലീൽ, ഗുഡ് മോർണിംഗ്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഉന്മേഷ്, കൃഷ്ണ, ഗുഡ് മോർണിംഗ്. സൗദിക്ക് നേരെ കഴിഞ്ഞ രാത്രിയും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. സൗദി പ്രതിരോധ മന്ത്രാലയം അല്പം മുമ്പ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ രാത്രിയിൽ 14 ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണ ശ്രമമുണ്ടായി. എല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധ സേന തകർത്തു. 13 ഡ്രോണുകളും കിഴക്കൻ മേഖല ലക്ഷ്യമാക്കിയാണ് വന്നത്. ഒരു ഡ്രോൺ വടക്കൻ അതിർത്തി പ്രദേശം ലക്ഷ്യമാക്കിയും വന്നു. ഇതാദ്യമായാണ് വടക്കൻ അതിർത്തി ലക്ഷ്യമാക്കിയ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. ഇറാഖ്, ജോർദാൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ഈ വടക്കൻ അതിർത്തി. അറാർ, തുറൈഫ്, റഫ തുടങ്ങിയ പ്രധാന നഗരങ്ങളൊക്കെ ഈ ഭാഗത്താണുള്ളത്. എന്നാൽ അമേരിക്കൻ സൈനിക താവളങ്ങളൊന്നും ഈ ഭാഗത്തില്ല എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല ഇറാന്റെ ലക്ഷ്യം എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. സൗദിയുടെ സാമ്പത്തിക കേന്ദ്രങ്ങളും എണ്ണ പ്ലാന്റുകളും ജനവാസ കേന്ദ്രങ്ങളുമെല്ലാം ആക്രമിക്കപ്പെടുകയാണ്. സൗദി ലക്ഷ്യമാക്കി വരുന്ന 99% ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തകർക്കപ്പെടുന്ന മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ഈ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരു ഇന്ത്യക്കാരനും 2 ബംഗ്ലാദേശ് പൗരന്മാരും ആണ് ഇതുവരെ മരിച്ചത്. ഇന്ത്യക്കാരൻ ഉൾപ്പെടെ ഏതാനും പ്രവാസികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ സൗദിക്ക് നേരെ ഉണ്ടായത് 25 ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങളാണ്. 22 ഡ്രോണുകളും 3 മിസൈലുകളും തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ ആക്രമണ ശ്രമങ്ങളെ വളരെ വിജയകരമായി പ്രതിരോധിക്കുന്നത് കൊണ്ട് തന്നെ സൗദിയിലെ ജനജീവിതം സാധാരണ നിലയിലാണ്. ഇക്കഴിഞ്ഞ പെരുന്നാളിനോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികളൊക്കെ നടന്നിരുന്നു. എന്നാൽ സൗദിയിലെ സാമ്പത്തിക മേഖലയെ ഇത് കാര്യമായി ബാധിക്കുന്നുണ്ട്. വിപണിയിലേക്ക് വിദേശത്ത് നിന്ന് ചരക്കുകൾ പഴയ പോലെ എത്താത്തൊരു സാഹചര്യമാണുള്ളത്. ഇത് ബിസിനസിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. കച്ചവടക്കാരും അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി തൊഴിലാളികളും എല്ലാം അതുകൊണ്ട് തന്നെ ആശങ്കയിലാണ്. അതിനിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചു. ഈ സൗദിക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച മാക്രോൺ സൗദിക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. റിയാദിലെ ഇറാൻ എംബസിയിലെ 5 ഉദ്യോഗസ്ഥരെ പുറത്താക്കിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നയതന്ത്ര നീക്കം സൗദി നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ശക്തമായി പ്രതിഷേധിക്കുക എന്നതാണ് സൗദി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം അയൽ രാജ്യങ്ങളുടെ വിമാന കമ്പനികൾ സൗദി കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്നത് തുടരുകയാണ്. ഇപ്പോൾ കുവൈറ്റിലെ ഈ ജസീറ എയർവേസ് സൗദിയിലെ ഖൈസുമ എയർപോർട്ടിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. അത് ഇന്ത്യയിലെ തിരുവനന്തപുരത്തേക്കും അതോടൊപ്പം തന്നെ ഹൈദരാബാദ് നഗരങ്ങളിലേക്കുമാണ് സർവീസ് നടത്തുന്നത് എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ നിന്ന് റോഡ് മാർഗം യാത്രക്കാരെ സൗദിയിൽ എത്തിച്ചാണ് സർവീസ് നടത്തുന്നത്. ഖൈസുമയ്ക്ക് പുറമെ ദമാം, അൽഹസ തുടങ്ങിയ വിമാനത്താവളങ്ങൾ വഴിയെല്ലാം ഈ അയൽ രാജ്യങ്ങളിലെ വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. അത് ബഹ്റൈൻ, അതോടൊപ്പം തന്നെ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെ വിമാനങ്ങളെല്ലാം സൗദിയിൽ നിന്നാണ് പലപ്പോഴും ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അതേസമയം സൗദിയിലുള്ള ഉംറ തീർത്ഥാടകർ അവർ ഏപ്രിൽ 18 ആകുമ്പോഴേക്കും സൗദിയിൽ നിന്ന് മടങ്ങണമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗദിയിലുള്ള തീർത്ഥാടകർ ഉംറ സർവീസ് കമ്പനികളുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നതിനുള്ള ക്രമീകരണമൊക്കെ ഇപ്പോൾ തന്നെ നടത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 18 ശേഷം സൗദിയിൽ കഴിയുന്ന തീർത്ഥാടകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഈ വിസ കാലാവധിക്ക് ശേഷം സൗദിയിൽ തങ്ങുന്നവർക്ക് അതോടൊപ്പം തന്നെ അവർക്ക് അഭയം നൽകുന്നവർക്ക് ഒക്കെ ശക്തമായ നടപടി നേരിടേണ്ടി വരും. തടവും പിഴയും അതോടൊപ്പം തന്നെ നാടുകടത്തലും ഒക്കെയാണ് ഇവർക്ക് ലഭിക്കുന്ന ശിക്ഷ. ഉന്മേഷ്, കൃഷ്ണ. ജലീൽ കണ്ണമംഗലമാണ് ഇപ്പോൾ സൗദിയിലെ വിവരങ്ങൾ നൽകിയത്. മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നുണ്ട് ദുബായിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് UAE-യിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ? മുഹമ്മദ് റഹീസ്.
ഉന്മേഷ്, യുഎയിൽ നിന്നും ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം അത് അബുദാബിയിൽ ഈ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. അബുദാബിയിലെ ഷവാമക്കിൽ ഉണ്ടായ ഒരു ആക്രമണത്തിൽ അവിടെ ഒരു ഇന്ത്യക്കാരന് പരിക്കേറ്റിരിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടം ദേഹത്ത് പതിച്ചാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്നും അധികൃതർ പറയുന്നുണ്ട്. ആകെ ഇന്നലത്തെ ഒരു ആക്രമണം എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 25 തവണയാണ് അല്ലെങ്കിൽ 25 ഡ്രോൺ ആക്രമണമാണ് നേരിട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ 4 മിസൈൽ ആക്രമണമാണ് UAE ആകെ നേരിട്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണങ്ങളെ ഒക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത്ര തീവ്രമായിട്ടുള്ള ആക്രമണമില്ല, അല്ലെങ്കിൽ ആക്രമണം അത്ര കണ്ട് വലിയ അപകടം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ കഴിയും. കാരണം പ്രത്യേകിച്ച് തീപിടുത്തമോ മറ്റോ ഒന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ കാര്യമായി ജനജീവിതത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ തന്ത്രപ്രധാന മേഖലകളിലോ എയർപോർട്ടിലോ പോർട്ടുകളിലോ ഒന്നും കാര്യമായ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒന്നാണ്. അതിന്റെ അപ്പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, ഈ അമേരിക്കയുമായുള്ള സുരക്ഷാ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് UAE പറഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ ആവർത്തിച്ചുള്ള ഈ ഭീഷണികളെയും ഒപ്പം തന്നെ മുന്നറിയിപ്പുകളെയും ഒന്നും UAE വകവെക്കുന്നില്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമായി, ഒരു സർക്കാർ തലത്തിലുള്ള ഒരു നീക്കമായി കൂടി പറയേണ്ടി വരും. അതായത് ഗൾഫിലെ സുരക്ഷ ശക്തിപ്പെടുത്തുമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവായിട്ടുള്ള ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള സുരക്ഷാ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് അടിവരയിട്ട് പറയുന്നു. ഇറാൻ ആക്രമണം ആഴത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഒപ്പം തന്നെ പാരമ്പര്യേതര സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ ഇറാൻ ആക്രമണം ഒരു കാരണമായിട്ടുണ്ട്. അതൊരു അലാമിംഗ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പാരമ്പര്യേതര സുരക്ഷാ സംവിധാനങ്ങളൊക്കെയും ശക്തപ്പെടുത്തും. ഒപ്പം തന്നെ വെടിനിർത്തൽ മാത്രമല്ല ഗൾഫ് മേഖലയുടെ ലക്ഷ്യം എന്നുകൂടി UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് പറയുന്നുണ്ട്. അത് ആണവ ആക്രമണം ഉൾപ്പെടെ നേരിടാൻ രാഷ്ട്രത്തെ സജ്ജമാക്കുക കൂടി ഈ ഘട്ടത്തിൽ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളുടെ ചുമതലയാണ്. അവരുടെ ഒരു ലക്ഷ്യം അതുകൂടിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ വളരെ ക്ലിയർ ആയി തന്നെ ഈ അമേരിക്കയുമായുള്ള തങ്ങളുടെ സുരക്ഷാ പങ്കാളിത്തം തുടരും എന്നുള്ളത് UAE വ്യക്തമാക്കുന്നു. ആവർത്തിച്ച് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ് ഒരു നിലയ്ക്കും UAE-യിലെ ബേസുകൾ അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ നൽകരുത് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾ പ്രത്യാക്രമണം നടത്തും, അതാണ് ഇറാൻ ഇത്രയും നാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ന്യായീകരണം, ആ ഒരു വാദമാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു തരത്തിലും മുട്ടുമടക്കാൻ തയ്യാറല്ല എന്ന് UAE-യും തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. ഇതിൽ വളരെ പ്രധാനം, അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ ട്വീറ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോഴും അമേരിക്കക്കൊപ്പമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ തീവ്രവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കാനാകില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കൂടി ഈ ഘട്ടത്തിൽ കാര്യങ്ങളെ വിലയിരുത്തേണ്ടി വരും. ഒപ്പം തന്നെ രാവിലെ കുവൈറ്റിൽ കാര്യമായിട്ടുള്ള ആക്രമണം നടക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉന്മേഷ്, അന്താരാഷ്ട്ര വാർത്തകൾ കൂടി പരിശോധിക്കാം. 48 മണിക്കൂറിനകം ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെ കുതിച്ചുയർന്ന ക്രൂഡ് ഓയിൽ വില. നാറ്റോ സഖ്യത്തിന് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ കഴിയുമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ. ഹോർമൂസ് അടച്ചിട്ടില്ലെന്നും ശത്രു രാജ്യങ്ങൾക്ക് മാത്രമാണ് നിയന്ത്രണമെന്നും ഇറാൻ പറയുന്നുണ്ട്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇറാന് നൽകിയിരിക്കുന്ന ഒരു അന്ത്യശാസനത്തിന്റെ സമയം 48 മണിക്കൂർ എന്ന സമയപരിധി അവസാനിക്കാൻ ഇനി 24 മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. പക്ഷേ ലോകമെമ്പാടും നിക്ഷേപകർ ആശങ്കയിലാണ്. ഓഹരി വിപണികൾ താഴുന്നു, ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നു. ഈ സംഘർഷത്തിന് മുമ്പ് $72 പെർ ബാരലാണെങ്കിൽ ഇപ്പോൾ അത് 114 എത്തിയിരിക്കുന്നു. ഇനിയും കൂടാമെന്ന് ഗോൾഡ്മാൻ സാക്സ് പോലെയുള്ള ഏജൻസികൾ പറയുന്നു. ഈ ഹോർമൂസ് തുറക്കുക എന്നതിലേക്കുള്ള ഒരു ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉന്മേഷ്, ക്രിസ്റ്റീന. ഇറാൻ മരിച്ചുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോടുകൂടിയാണ് ഇന്നത്തെ വാർത്താ പ്രഭാതം അമേരിക്കയിൽ തുടങ്ങിയത്. അതോടുകൂടി ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോർവിളികൾക്ക് ശക്തി കൂടുകയും ചെയ്തു. ഈ ഇറാന്റെ പതനത്തോടെ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, രാജ്യത്തിനകത്താണ്. അതായത് ഡെമോക്രാറ്റിക് പാർട്ടിയെ വെച്ചായിരുന്നു ട്രംപിന്റെ പരാമർശം. പക്ഷേ ഈ ഹോർമൂസ് കടലിടുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് തുറക്കുവാൻ നാറ്റോ സഖ്യത്തിന് കഴിയുമെന്ന് സെക്രട്ടറി ജനറൽ മാർക്കോ റൂട്ടോയുടെ പ്രസ്താവനയാണ് ഈ മണിക്കൂറിൽ വരുന്ന പ്രധാന വാർത്ത. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നാറ്റോയ്ക്കെതിരെ നമുക്കറിയാം വളരെ അതിരൂക്ഷമായ വിമർശനങ്ങളും അതുപോലെ പരിഹാസവും ഒരു ഘട്ടത്തിൽ കടലാസു പുലിയാണ് നാറ്റോ എന്ന് വരെ വിമർശിച്ചായിരുന്നു. അതിനുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ മാർക്ക് റൂട്ടെ നൽകിയിരിക്കുന്നത്. സഖ്യരാജ്യങ്ങളൊക്കെ ഒത്തുചേർന്ന് ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഓരോ രാജ്യത്തിനും കൃത്യമായ ഒരു തയ്യാറെടുപ്പിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഒരു ചെറിയ ഒരു ഡിലേ വന്നതെന്നാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത്. സഖ്യരാജ്യങ്ങൾ
രാജ്യങ്ങൾ ഒത്തുചേർന്ന് ഇത് തുറക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നേറ്റോയുടെ സൈനിക ശേഷിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അതുപോലെ ഈ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കുവാൻ സഖ്യത്തിന് കഴിയുമെന്നാണ് മാർക്കോ റൂട്ടോ പറയുന്നത്. അതേസമയം ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 150-ലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഈ തെക്കൻ ഇസ്രായേലിൽ നമുക്കറിയാം ആക്രമണത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടിരുന്നു. അത് പരാജയപ്പെട്ടതായിട്ട് ഇസ്രായേലിന്റെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് 90% മിസൈലുകളൊക്കെ തകർക്കാറുണ്ടെങ്കിലും ഇത്തവണ തൊടുത്തുവിട്ട ഇന്റർസെപ്റ്റുകളിൽ ഏതാണ്ട് ചിലതിന് ലക്ഷ്യം കാണാനായില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ തർക്കം മുറുകിയതോടെ നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ആഗോള എണ്ണ വിപണിയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. ആഗോള ബെഞ്ച് മാർക്കായ ബ്രെന്റ് ക്രൂഡ് 1.69% വർദ്ധിച്ച് ബാരലിന് $114 മുകളിൽ എത്തിയിരിക്കുകയാണ്. അതുപോലെ US ക്രൂഡ് വില 2% ഉയർന്ന് $100 എത്തി നിൽക്കുന്നു. അതേസമയം ഈ അമേരിക്ക ചില കർശന മുന്നറിയിപ്പുകൾ അമേരിക്കൻ പൗരന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇറാൻ യാത്ര ഒഴിവാക്കണം, ഇറാനിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കക്കാർ ഇറാനിലുണ്ടെങ്കിൽ അവർ ഇറാൻ വിട്ട് ഉടൻ പോകണമെന്നും അല്ലെങ്കിൽ തടങ്കലിലാക്കപ്പെടുവാനുള്ള സാധ്യത അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണിയുമൊക്കെ ഉണ്ടായേക്കാം എന്നുള്ള കണക്കിലെടുത്താണ് ഇത്തരമൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതേസമയം ഈ ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളിൽ ആശങ്ക അറിയിച്ച് മുൻ ഇറാൻ രാജകുമാരൻ റസ പഹൽവി തന്നെ വന്നിരിക്കുകയാണ്. ഇറാന്റെയും ഭരണകൂടത്തെയും അടിച്ചമർത്താൻ അപ്പോൾ ഈ സംവിധാനങ്ങൾ തകർക്കുന്നതിനെ പിന്തുണയ്ക്കാൻ പാടില്ല, സാധാരണക്കാരുടെ സ്വത്തുക്കളും അതുപോലെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറും സംരക്ഷിക്കണമെന്ന് അദ്ദേഹം അമേരിക്കയോടും ഇസ്രായേലിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധിയിൽ ആശങ്ക തുടരുന്നു. ഹോർമൂസ് കടലിടുക്ക് വഴി കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. അതേസമയം ആഭ്യന്തര വിമാനയാത്രാ നിരക്കിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം കേന്ദ്ര സർക്കാർ നീക്കിയതോടെ ടിക്കറ്റ് ചാർജ് ഉയരും. രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി പാർലമെന്റിൽ ഉന്നയിക്കാൻ തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷം. LPG ക്ഷാമവും വില വർധനയും വിമാന നിരക്ക് വർധനയും കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു. ഈ LPG പ്രതിസന്ധി അടക്കം പരിഹരിക്കാൻ എന്തൊക്കെ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കേന്ദ്രം ഇപ്പോൾ? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല മന്ത്രിസഭാ യോഗം ചേർന്ന് രാജ്യത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, ധനമന്ത്രി കൂടാതെ മറ്റ് പ്രധാന വകുപ്പിലെ സെക്രട്ടറിമാർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിൽ പ്രധാനമായും രാജ്യത്തെ നിലവിലുള്ള ഊർജ്ജസ്ഥിതി അത് അവലോകനം ചെയ്തിരുന്നു. ഒപ്പം തന്നെ വൈദ്യുതി, വളം തുടങ്ങിയ മേഖലകളിലേക്ക് കൂടി ഈ പ്രതിസന്ധി വ്യാപിക്കാതിരിക്കാൻ എടുക്കേണ്ട നടപടികൾ ഉൾപ്പെടെയുള്ളവ ചർച്ചയായിട്ടുണ്ട്. രാജ്യത്തെ വൈദ്യുത ഉൽപാദനത്തെ ഒരു തരത്തിലും ഈ പ്രതിസന്ധി ബാധിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കൽക്കരിയുടെ വിതരണം അത് തടസ്സമില്ലാതെ തന്നെ പുരോഗമിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നുമാണ് കൽക്കരി മന്ത്രാലയവും മറ്റ് ഊർജ്ജ മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുന്നത്. സമാനമായി തന്നെ രാസവള മേഖലയെയും കർഷകരെയും ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ ഉറപ്പാക്കണം എന്നുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. കൂടാതെ രാജ്യത്തേക്ക് എത്തുന്ന ഇന്ധനം അത് കൃത്യമായി തന്നെ വിതരണം ഉറപ്പാക്കണമെന്നും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി ഈ യോഗത്തിൽ നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ രാജ്യത്ത് കഴിഞ്ഞ ദിവസം 3 കപ്പൽ കൂടി ഇന്ധന ടാങ്കറുകൾ കൂടി എത്തി എങ്കിൽ പോലും ആശങ്ക തുടരുന്നു എന്ന് തന്നെയാണ് അന്തർ മന്ത്രാലയ സമിതി വിലയിരുത്തുന്നത്. ഈ നിലവിലുള്ള പ്രതിസന്ധി അത് മറികടക്കുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഈ അന്തർ മന്ത്രാലയ സമിതി തയ്യാറാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് പാർലമെന്റ് 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സമ്മേളിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ശക്തമായി തന്നെ ഉന്നയിക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഊർജ്ജ പ്രതിസന്ധി, പ്രത്യേകിച്ച് LPG ക്ഷാമം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്നു മുതലാണ് ഈ രാജ്യത്ത് ഈ ഇൻഡിഗോ പ്രതിസന്ധിയെ തുടർന്ന് ഈ ആഭ്യന്തര വിമാനയാത്രാ നിരക്കുകൾക്ക്
ഒരു പരിധി നിശ്ചയിച്ചിരുന്നു കേന്ദ്ര സർക്കാർ. ആ പരിധി ഇന്നു മുതലാണ് കേന്ദ്ര സർക്കാർ നീക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വിമാന ടിക്കറ്റ് ചാർജുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യവുമുണ്ട്. ഇക്കാര്യം ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. വിഷയം വിശദമായി ചർച്ച ചെയ്യണമെന്നും ആവശ്യമായ നടപടികൾ എടുക്കണം എന്നുമുള്ള ആവശ്യമാണ് പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിലുള്ളത്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, പശ്ചിമേഷ്യൻ സംഘർഷം പല രാജ്യങ്ങളിലും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചു തുടങ്ങി. അത് ഇന്ത്യയിലും എങ്ങനെ നേരിടുമെന്ന ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇനി കോഴിക്കോട് പെരുവയലിലേക്കാണ്. അവിടെ കൂടുതൽ പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പും പഞ്ചായത്തും. രോഗം സ്ഥിരീകരിച്ചവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 51 പേരാണ് നിലവിൽ രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം 12 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് സാധിക്കാത്തതിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. വിവരങ്ങളുമായി അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്ന് വീണ്ടും ചേരുന്നത്. അനീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഏത് തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളാണ് ആലോചിക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. ഏതായാലും കോഴിക്കോട് ജില്ല വളരെ ആശങ്കയിലും അതോടൊപ്പം തന്നെ ജാഗ്രതയിലുമാണ്. ഏതായാലും കോഴിക്കോട് ജില്ലയിലെ പെരുവൽ പഞ്ചായത്തിലെ എരഞ്ഞക്കിലാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയ സാമ്പിൾ പരിശോധനയിൽ 12 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 51 പേർ രോഗലക്ഷണങ്ങളുമായി നിരീക്ഷണത്തിലാണ്. ഈ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചവരുടെ ബന്ധുക്കളിലാണ് ഇപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ കണ്ടിരിക്കുന്നത്. ഷിഗല്ല ഏതായാലും സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ പ്രവർത്തകരും അതോടെ പഞ്ചായത്തും ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഷിഗല്ല ബാധിച്ച് ഒരു അംഗൻവാടി വിദ്യാർത്ഥി മരിച്ചിരുന്നു. ഈ കുട്ടിക്കൊപ്പം ഈ കുട്ടി പഠിച്ചിരുന്ന അംഗൻവാടിയിലെ മറ്റ് 3 വിദ്യാർത്ഥികൾക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഉറവിടം എവിടെ നിന്നാണെന്ന് ഇതുവരെ ആരോഗ്യ പ്രവർത്തകർക്ക് മനസ്സിലായിട്ടില്ല. ഭക്ഷണത്തിലൂടെയോ ജലത്തിലൂടെയോ ആകാം എന്നാണ് ആരോഗ്യ പ്രവർത്തകരും ഇപ്പോൾ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ ആശാപ്രവർത്തകരും വീടുകൾ കയറി ഇറങ്ങി വലിയ ബോധവൽക്കരണങ്ങൾ നടത്തുന്നുണ്ട്. പ്രധാനമായും വയറുവേദന, വയറിളക്കം, തലവേദന, ഛർദി, ക്ഷീണം തുടങ്ങിയവയാണ് ഈ ഷിഗല്ലയുടെ ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ കഠിനമായ വയറുവേദന, പനി, ശരീരവേദനയോടുകൂടിയ പനി, അങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഉടൻ തന്നെ പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. അനീഷ് ദേവസ്യാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒമാനിൽ കനത്ത മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഒമാനിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയത്തിലെ കെടുതികൾ നമ്മുടെ മുൻപിലുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ, മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, നിലവിൽ ഇന്നത്തെ ദിവസം കൂടി ശക്തമായിട്ടുള്ള മഴ പെയ്യും എന്നാണ് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന മുന്നറിയിപ്പ്. അത് ശക്തമായിട്ടുള്ള മഴ തന്നെയായിരിക്കും. ഇന്ന് രാത്രി വരെ മഴ തുടരും. ഈ എല്ലാ ഗവർണറേറ്റുകളിലും മഴ തുടരും എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ മഴക്കെടുതി ഇതൊക്കെയും അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെയും നടത്തി വരികയാണ്. ആകെ മരണം 9 എന്നുള്ളതാണ് സ്ഥിരീകരണം. അതിൽ 2 മലയാളികൾ എന്നുള്ളതാണ് നിലവിൽ കണക്കിലുള്ളത്. നമുക്കറിയാം ഇന്നലെ 2 മരണം സ്ഥിരീകരിച്ചിരുന്നു. ഒരു മലയാളിയുടെ മൃതദേഹം തൃത്താല സ്വദേശിയെ കാണാനില്ല എന്നുള്ള വിവരം വന്നിട്ടുണ്ട്. അത് ഈ മരിച്ചവരുടെ പട്ടികയിൽ അത് കൂട്ടിയിട്ടില്ല. അല്ലാതെ തന്നെ 9 പേർ നിലവിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഒമാനിൽ നിന്നും പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് അതിശക്തമായിട്ടുള്ള മഴയും ഒപ്പം തന്നെ ഈ കാറ്റും ഒക്കെ ഉണ്ടായിരിക്കും. ശക്തമായ കാറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കടലിൽ ഇറങ്ങരുത് എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെയും ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടും ഈ മഴ നിന്ന മേഖലകളിലും ഒക്കെ ഈ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. സത്യത്തിൽ ഒരു മിന്നൽ പ്രളയത്തിന് സമാനമായ സാഹചര്യം ഇന്നും ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളാണ് നിലവിൽ ഒമാനിന്റെ വിവിധ അതോറിറ്റികൾ എടുത്തിട്ടുള്ളത്. ക്രിസ്റ്റീന. വയനാട് വടക്കനാട് മുട്ടിക്കൊമ്പൻ കാട്ടാനയെ പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. ആനയെ ട്രാക്ക് ചെയ്യാനായില്ല. കാളിദാസൻ ദേവദത്തമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ചേരുന്നത്. കാളിദാസൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കാട്ടാനയായ മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള ആ ദൗത്യം. ഇന്നും രാവിലെ 3:30 ആരംഭിച്ചതാണ്. എന്നാൽ കൃത്യസമയത്ത് അത് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ദൗത്യം, ഇന്നത്തെ ദൗത്യം കൂടി അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വലിയൊരു സംഘമാണ്, വെറ്റിനറി സംഘമായ അരുൺ സക്രിയയുടെ ഒരു വെറ്റിനറി സംഘവും അതോടൊപ്പം അരുൺ ഡാലി IFSന്റെ വനവകുപ്പ് RRT സംഘവും ഒക്കെ തന്നെയുണ്ട്. നിലവിൽ ഇന്നലെ 5 കുങ്കിയാനകൾ ഉപയോഗിച്ചായിരുന്നു ഇന്നലത്തെ ദൗത്യമെല്ലാം പുരോഗമിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കുങ്കിയാനെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതും കൂടിയുണ്ട്. മറ്റു കുങ്കിയാനകളെല്ലാം ഇവിടെ ഈ താത്തൂർ ഫോറസ്റ്റ് ക്യാമ്പിലുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നതെല്ലാം ഈ ദൗത്യത്തിനായി ഇവിടെ എത്തിച്ച കുങ്കിയാനകളാണ്. 5 കുങ്കിയാനകളുണ്ട്. സുരേന്ദ്രൻ എന്ന കുങ്കിയാനയാണ് ഇപ്പോൾ ഈ ദൗത്യത്തിനായി കാട്ടിലേക്ക് ഈ സംഘത്തോടൊപ്പം പോയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റ് 4 കുങ്കിയാനകൾ ഇവിടെയുണ്ട്. നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വിവിധ കുങ്കിയാനകൾ, പല ദൗത്യങ്ങളിലായി പങ്കെടുത്തിട്ടുള്ള കുങ്കിയാനകൾ. അതിൽ ഈ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഈ വടക്കനാട് കൊമ്പൻ എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന വിക്രം എന്ന കുങ്കിയാനയാണ്. 7 വർഷം മുമ്പ് ഒരു മരണം, 2 പേരെ കൊന്ന ഒരു കൊമ്പനാണ്. പക്ഷെ അത് പിന്നീട് ഈ കൊമ്പനെയൊക്കെ പിടികൂടുന്നതൊക്കെ വലിയ രീതിയിൽ നമ്മളൊക്കെ തന്നെ അത് ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. 2 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു അന്ന് വടക്കനാട് കൊമ്പൻ എന്ന് പറഞ്ഞിരുന്ന ആ കൊമ്പനെയൊക്കെ പിടിച്ച് ഇപ്പോൾ പിന്നീട് കുങ്കിയാക്കി. ഇപ്പോൾ അത് അനുസരണയുള്ള ഒരു താപ്പാനയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ദൗത്യങ്ങളിലൊക്കെ ഇപ്പോൾ വിക്രമിനെയൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു കുങ്കിയാനകളൊക്കെ തന്നെയുണ്ട്. എല്ലാവരും ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. രാവിലത്തെ ഒരു 3:30 ദൗത്യം ആരംഭിച്ചെങ്കിലും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഇനി എന്താണ് അടുത്ത നടപടി എന്നുള്ളതും കൂടിയാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഉടനെ തന്നെ ഈ പിടികൂടുന്ന കാട്ടാനയ്ക്കായുള്ള ക്രാള് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള നടപടികളൊക്കെ കടന്നും അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ വൈകിട്ടോടെയോ അല്ലെങ്കിൽ പുലർച്ചെയോടെയോ ദൗത്യം വീണ്ടും പുനരാരംഭിച്ച് കൃത്യമായി ട്രാക്ക് ചെയ്ത് കാട്ടാനയായ മുട്ടിക്കൊമ്പനെ പിടികൂടാനാകുമെന്നുള്ളതും കൂടിയാണ് വനവകുപ്പ് അറിയിക്കുന്നത്. ഉന്മേഷ്, ക്രിസ്റ്റീന. കാളിദാസൻ, ഇന്നെന്തായാലും ദൗത്യം അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത നീക്കം എന്താണ്? ഈ പറയുന്നത് പോലെ ഇനിയും കൂടുതൽ സമയമെടുത്ത് കാട്ടാനെ ട്രാക്ക് ചെയ്യുക എന്നതാണോ? ക്രിസ്റ്റീന, പ്രധാനമായിട്ടും ഈ വയനാട്ടിൽ ഇപ്പോൾ ചൂട് കൂടി വരികയായതുകൊണ്ട് ഒരു 8 മണിക്ക് ശേഷം ഇത്തരത്തിലുള്ള ഈ ദൗത്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ മയക്കുവെടി വെക്കുന്ന തരത്തിലേക്കൊന്നും കടക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒന്നുകിൽ വൈകുന്നേരത്തോടെയോ അല്ലെങ്കിൽ പുലർച്ചയോടെയോ ദൗത്യം പുനരാരംഭിക്കുമെന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരിക്കും പോവുക. എന്തായാലും അതിനെ സംബന്ധിച്ചൊരു യോഗം ചേരും. കൃത്യമായ ഒരു യോഗത്തിന് ശേഷം എപ്പോഴത്തേക്ക് ഈ ഒരു ദൗത്യം പുനരാരംഭിക്കാൻ സാധിക്കുമെന്നുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയിക്കും. മിക്കവാറും നാളെ പുലർച്ചയോടെ തന്നെ 3:30 തന്നെ ഇത് ആരംഭിക്കും. പക്ഷേ ഈ രാത്രി സമയമായതുകൊണ്ട് കൃത്യമായി ഇത് ട്രാക്ക് ചെയ്യാൻ മാത്രമേ എപ്പോഴും സാധിക്കാറുള്ളൂ. എന്നിട്ട് വെളിച്ചം വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു 6 മണിക്ക് ശേഷമാണ് പിന്നീട് മയക്കുവെടി വെക്കുക. ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ 3:30 ശേഷം 3:30 തുടങ്ങിയെങ്കിലും രാത്രിയോട് അല്ലെങ്കിൽ ആ ഒരു പുലർച്ചെ ആ ഒരു വെളിച്ചമില്ലാത്ത സമയത്ത് തന്നെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചു. പക്ഷേ മയക്കുവെടി 6 മണിക്ക് ശേഷം മയക്കുവെടി വെക്കുകയും ചെയ്തു. പക്ഷേ അത് കൊണ്ടില്ല എന്നുള്ളതായിരുന്നു ഇന്നലത്തെ സാഹചര്യം. രണ്ടാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഈ 3:30 ദൗത്യം ആരംഭിച്ചു. പക്ഷേ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഇന്നലത്തെ ആ ഒരു കൂട്ടമെല്ലാം കണ്ടതിന് ശേഷം ആന ഉൾക്കാട്ടിലേക്ക് കയറി എന്നുള്ള വിവരങ്ങളാണ്. അപ്പോൾ ആനയെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വെളിച്ചം വന്നു കഴിഞ്ഞപ്പോഴും ആനയെ ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് മയക്കുവെടി വെക്കാനുമൊക്കെ ഇനിയും വൈകുമെന്നുള്ളൊരു സാഹചര്യം കണക്കിലെടുത്താണ് ഇന്നത്തെ ദൗത്യം കൂടി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനിയൊരു യോഗത്തിന് ശേഷം വനംവകുപ്പിന്റെ RRT സംഘത്തിന്റെയും ഒക്കെ വിശദമായൊരു യോഗത്തിന് ശേഷം എപ്പോഴത്തേക്ക് ഈ ഒരു ദൗത്യം പുനരാരംഭിക്കാൻ പറ്റുമെന്നുള്ളതും കൂടി മനസ്സിലാവും. നാളെ പുലർച്ചയോടെ തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, കാളിദാസൻ ദേവദത്തമാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. വീണ്ടും ഇനി തെരഞ്ഞെടുപ്പ് കളത്തിലേക്കാണ്. ഇടതു മനസ്സും തനിക്കൊപ്പമെന്ന് പെരിന്തൽമണ്ണ മണ്ഡലം UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം. രാഷ്ട്രീയ മത്സരത്തിൽ ഭൂരിപക്ഷം വർദ്ധിക്കും. ആത്മവിശ്വാസത്തോടെയാണ് മത്സര രംഗത്ത് നിൽക്കുന്നതെന്നും നജീബ് കാന്തപുരം 24 പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും അതിൻ്റെ ഫലം വരുന്ന സമയത്തും അതിനു പിന്നീടും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഇക്കുറിയും നജീബ് കാന്തപുരം തന്നെയാണ് UDFന് വേണ്ടി ജനവിധി തേടുന്നത്. പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ കേരളത്തിലെ ഏറ്റവും ചെറിയ ഭൂരിപക്ഷം 38 വോട്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തിലേക്ക് വീണ്ടും എത്തി നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? ആശങ്കയുണ്ടോ ആ ഭൂരിപക്ഷത്തെ സംബന്ധിച്ച്? പെരിന്തൽമണ്ണ മാറിയില്ലേ? പെരിന്തൽമണ്ണയിലെ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം UDFൻ്റെ പ്രവർത്തകർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു അത്ര വലിയൊരു ലാൻഡ് സ്ലൈഡ് മെജോറിറ്റിയിലാണ് 6 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും തിരിച്ചു പിടിച്ചുകൊണ്ട് നമ്മളൊരു ചരിത്രം തീർത്തിട്ടുള്ളത്. അതിൻ്റെ ഓളം വളരെ ശക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്.
ഐക്യജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും സുരക്ഷിതമായ മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളെപ്പോലെ പെരിന്തൽമണ്ണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ കൃത്യമായ രാഷ്ട്രീയം ഉയർത്തി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാടിനോട് ചെയ്ത ക്രൂരതകൾ, പ്രത്യേകിച്ചും പെരിന്തൽമണ്ണ വളരെ വിവേചനം നേരിട്ട ഒരു മണ്ഡലമാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്കൊരു നീതിയും കിട്ടാത്ത നാടാണിത്. അതുകൊണ്ട് ഒരു ഭരണമാറ്റം അനിവാര്യമാണ്. ആ ഭരണമാറ്റത്തിനുള്ള വോട്ടാണ് തീർച്ചയായിട്ടും ഇത്തവണ രാഷ്ട്രീയമായിട്ടുണ്ടാവുക. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതുപോലെ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടായി. ഇതിൻ്റെ ഫലം വരുമ്പോൾ അതിനെക്കാട്ടിലും മാർജിൻ കൂടുക, അത്ര ആത്മവിശ്വാസം തുടക്കത്തിലുണ്ടോ? 100% ആത്മവിശ്വാസം. എന്നുവെച്ചാൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അതിനേക്കാളേറെ പ്രവർത്തകരുടെ ഒരു ആവേശഭരിതമായ പ്രവർത്തനമുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇടതുപക്ഷ മനസ്സുള്ള മനുഷ്യരുടെ കൂടി പിന്തുണയിലായിരിക്കും ഞാൻ ഇത്തവണ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുക. ഇക്കുറി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങളിൽ UDFന്റെ കൂടെ നിൽക്കുന്നതായി പെരിന്തൽമണ്ണ മാറുമോ? അല്ല, മലപ്പുറം ജില്ലയിലെ വലിയ ലാൻഡ്സ്ലൈഡ് വിക്ടറി ഉണ്ടാകുന്ന മണ്ഡലങ്ങളെ പോലെയല്ല ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇതൊരു സ്വാഭാവികമായും നല്ല പൊളിറ്റിക്കലായൊരു മണ്ഡലമാണ്. എന്നാലും മാന്യമായ ഭൂരിപക്ഷത്തോടെ നമ്മൾ ജയിക്കും. എന്തായാലും അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഒട്ടും കുറവില്ല. അത് കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു വിജയമായിരിക്കില്ല, അതിനെക്കാട്ടിലും വലിയ മാർജിൻ ഇക്കുറി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇനി കാണാം മീനച്ചൂടിൽ കന്നിക്കാർ. കന്നിയംഗത്തിന് കച്ചമുറുക്കി തിരുവനന്തപുരത്തെ LDF സ്വതന്ത്രൻ സുധീർ കരമന. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വമാണ് നടനായ ഈ പഴയ SFI-കാരനെ തേടിയെത്തിയത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ 1987 ഡിഗ്രി ബാച്ചിലെ SFI-കാരനെ 54-ാമത്തെ വയസ്സിൽ സ്ഥാനാർത്ഥിത്വം. സിനിമാ രംഗത്തു നിന്ന് രാഷ്ട്രീയ അംഗത്തട്ടിലേക്കുള്ള ചുവടുമാറ്റത്തിൽ മീനച്ചൂടിനെ വകവയ്ക്കാതെയുള്ള ആവേശം. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാവുമ്പോൾ പ്രതീക്ഷകൾ വാനോളമുണ്ട് സുധീറിന്. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമായി ഞാൻ കാണുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നിടത്ത് തീരദേശ പ്രദേശമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ അറിയാം, ജനങ്ങളുടെ പൾസിനറിയാം, ജനങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. നടന്നു ശീലിച്ച നഗരവഴികളിൽ ചിരപരിചിതനാണ് പ്രമുഖ നടൻ കരമന ജനാർദ്ദനൻ നായരുടെ മകൻ. കഴിഞ്ഞ തവണ ആന്റണി രാജു ജയിച്ച മണ്ഡലത്തിൽ അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാവാതെ LDF വലഞ്ഞിരുന്നു. സുധീർ കരമനയിലൂടെ മണ്ഡലം നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി. വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാകും. രാവിലെ തിരുവല്ലയിൽ മാധ്യമങ്ങളെ കണ്ട ശേഷം തിരുവല്ല നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഷിജോ കുര്യനാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഷിജോ, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രിയുടെ ജില്ലാ പര്യടനത്തിന് തുടക്കമാവുകയാണ് പത്തനംതിട്ടയിൽ. ഇന്ന് എത്ര കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്? അല്പസമയത്തിനകം ഷിജോ കുര്യൻ അതിന്റെ വിശദാംശങ്ങൾ നൽകും. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ജില്ലാ പര്യടനത്തിന് തുടക്കമാകാൻ പോകുന്ന പത്തനംതിട്ടയിൽ. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. ശബരിമല യുവതീ പ്രവേശനത്തിൽ വാദങ്ങൾ എഴുതി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സുപ്രീംകോടതി അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കുകയാണ്. ശബരിമല ആചാരം സംരക്ഷിക്കണമെന്നും യുവതീ പ്രവേശനത്തെ എതിർക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലപാട് അറിയിക്കും. ബൽറാം തൊടുങ്ങാടി ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ദേവസ്വം ബോർഡ് ഇതിനോടൊക്കെ നിലപാട് അറിയിച്ചിട്ടില്ലല്ലോ അല്ലേ ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. ശബരിമല ദേവസ്വം ബോർഡിന് ഇതുവരെയും വാദങ്ങൾ എഴുതി നൽകിയിട്ടില്ല. ഇന്നാണ് ആ സമയപരിധി അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ വാദങ്ങൾ ശബരിമല ദേവസ്വം ബോർഡ് എഴുതി സമർപ്പിക്കും. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നു എന്നുള്ള നിലപാടായിരിക്കും ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ വിശാല ബെഞ്ചിന് മുന്നിൽ എഴുതി സമർപ്പിക്കുന്ന വാദം എന്നുള്ളത്. നേരത്തെ കഴിഞ്ഞ ദിവസം തന്ത്രി രാജീവര് കണ്ഠരും വാദം എഴുതി സമർപ്പിച്ചിരുന്നു. അത് യുവതീ പ്രവേശനത്തെ എതിർക്കുന്നു എന്നും യുവതീ പ്രവേശനം തുടരണം എന്നാണ് ദേവപ്രശ്നത്തിൽ വ്യക്തമാക്കുന്നത് എന്നുമാണ്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ നിലപാട് മാറ്റിക്കൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു വിശാല ബെഞ്ചിന് മുന്നിൽ എഴുതി നൽകിയ വാദത്തിൽ സ്വീകരിച്ചിരുന്നത്. ഹിന്ദു മത പണ്ഡിതരും ഒപ്പം തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഉൾപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ച് ആ സമിതിയുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടായിരിക്കണം
ഈ വിഷയത്തിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കേണ്ടത് എന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാട് വലിയ തോതിൽ തന്നെ രാഷ്ട്രീയമായും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും ഏപ്രിൽ 7-നാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് പരിഗണിക്കുന്നത്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, ബൽറാം തൊടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുൻപ് പറഞ്ഞ വാർത്തയിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് ജില്ലാ പര്യടനങ്ങൾക്ക് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാകും. രാവിലെ തിരുവല്ലയിൽ മാധ്യമങ്ങളെ കണ്ട ശേഷം തിരുവല്ല നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ഷിജോ, ഗുഡ് മോർണിംഗ്. ജില്ലാ പര്യടനത്തിന് തുടക്കമിടുന്നു മുഖ്യമന്ത്രി. ഇന്ന് എത്ര കേന്ദ്രങ്ങളിൽ അവിടെ മുഖ്യമന്ത്രി എത്തും? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷിജോ? ഉന്മേഷ, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കൊണ്ടുപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും ഇങ്ങനെ പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ഇന്ന് വന്ന് അതിന്റെ തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രി രാവിലെ 9:30 തിരുവല്ലയിൽ വെച്ച് മാധ്യമങ്ങളെ കാണും. അതിനുശേഷം മാത്യു ടി തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമാകും. അങ്ങനെ ഈ ജില്ലയുടെ മുഖ്യമന്ത്രി വിവിധ മണ്ഡലങ്ങളിൽ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനങ്ങൾക്കാണ് തുടക്കമാകുന്നത്. മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് കളം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വിഷയങ്ങളിലായിട്ട് സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ടൊക്കെ പോകുന്നത് നമ്മൾ പല മണ്ഡലങ്ങളിലും കണ്ടതാണ്. എന്തായാലും പത്തനംതിട്ടയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും മണ്ഡലം നിലനിർത്തുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ LDF-ഉം അത് തിരിച്ചുപിടിക്കുമെന്നുള്ള വിശ്വാസത്തിൽ UDF-ഉം നിർണായക ശക്തിയാകാനായിട്ട് NDA-യും കിണഞ്ഞ് പരിശ്രമിക്കുമ്പോഴാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും തെരഞ്ഞെടുപ്പ് കളം കൂടുതൽ ചൂടുപിടിക്കുന്നത്. മുഖ്യമന്ത്രി രാവിലെ തിരുവല്ലയിലാണ് വരിക. അവിടെ മാധ്യമങ്ങളെ കാണും. അതിനുശേഷം മാത്യു ടി തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമാകും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം കോഴഞ്ചേരിയിൽ വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. അവിടെയും മുഖ്യമന്ത്രി ആ മണ്ഡലത്തിലുടനീളം പര്യടനം നടത്തുമെന്നുള്ള വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും റാന്നിയിലും കോന്നിയിലുമൊക്കെ മുഖ്യമന്ത്രി എത്തുക. മുഖ്യമന്ത്രി വിവിധ മണ്ഡലങ്ങളിൽ ഇന്ന് പര്യടനം നടത്തും. അതിനുശേഷം നാളെ മറ്റു പല ജില്ലകളിലുമാണ്. അങ്ങനെ മുഖ്യമന്ത്രി LDF-ന് വേണ്ടി ജില്ലയിൽ എത്തുമ്പോൾ മറുഭാഗത്ത് UDF-ന് വേണ്ടി KC വേണുഗോപാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി വരുന്നുണ്ട്. KC വേണുഗോപാൽ ഇന്ന് ഇവിടെ വിവിധ ഇടങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തും. NDA-ക്ക് വേണ്ടി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് ഇന്ന് തിരുവല്ലയിൽ വരിക. ഉച്ചയ്ക്ക് 3:30 തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയുടെ റോഡ് ഷോ ഉണ്ട്. അതിനകത്ത് ദേവേന്ദ്ര ഫട്നാവിസ് കൂടി ഈ റോഡ് ഷോയുടെ ഭാഗമാകും. അങ്ങനെ എന്തായാലും ജില്ലയിൽ ഉടനീളമുള്ള 5 നിയോജക മണ്ഡലങ്ങളിലും ആവേശം വിതറിക്കൊണ്ടാണ് മുന്നണികൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ നടത്തുന്നത്. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനമാണ്. ഈ പറയുന്ന അടൂരിലെ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാർ, അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ശരി, പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വിശദാംശങ്ങളുമായി ചേരുകയായിരുന്നു ഷിജോ കുര്യൻ. പ്രധാനപ്പെട്ട ഒരു കോടതി വാർത്ത കൂടിയുണ്ട്. SNDP യോഗം ഭാരവാഹികളെ അയോഗ്യരാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമവിരുദ്ധവും അധികാരപരിധിക്ക് പുറത്തുള്ളതുമാണെന്ന് കാണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. കമ്പനി നിയമപ്രകാരമുള്ള തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിലാണ്. അതിൽ സിവിൽ കോടതികൾക്കോ ഹൈക്കോടതിക്കോ ഇടപെടാൻ അധികാരമില്ലെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവരെയാണ് ഹൈക്കോടതി അയോഗ്യരാക്കിയത്. കഴിഞ്ഞ ദിവസം ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടെങ്കിലും വിശദമായ വാദം കേട്ടിട്ട് തീരുമാനിക്കാമെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. കൊച്ചി വടുതലയിലെ ഒരു കുടുംബത്തിലെ 5 പേരുടെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. മൃതദേഹത്തിനരികിൽ നിന്ന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പ് കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. മാസങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ചെന്നും ഇതിനെ തുടർന്നുള്ള മനോവിഷമത്തെ തുടർന്നാണ് ആത്മഹത്യ എന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. ബന്ധുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. 2 മാസങ്ങൾക്ക് മുൻപാണ് കൊച്ചി വടുതലയിലെ വീട്ടിൽ വെളുപ്പിൽശാല സ്വദേശികളായ 5 പേർ വാടകയ്ക്ക് താമസം ആരംഭിച്ചിരുന്നത്. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുകയാണ്.